ഷീവാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ണൂർ കോട്ടയുടെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കണ്ണൂരാണെങ്കിലും കണ്ണൂർ കോട്ട ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ണൂർ സിറ്റീൻ്റെ അടുത്ത് തന്നെയാണ്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്കിന്ന് കണ്ടു നോക്കാം. കണ്ണൂർ സിറ്റിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഡ്രൈവ് ചെയ്താൽ നമുക്ക് കണ്ണൂർ കോട്ടയിലേക്ക് എത്താം. കയറി പോകുമ്പോൾ തന്നെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അതിനകത്ത് കയറാൻ. ഇപ്പോൾ കോവിഡിൻ്റെ ഒക്കെ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് മാത്രമാണ് എൻട്രി അലൗ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈനിലാണ് അവിടെ ബുക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യാൻ അതിൻ്റെ മുന്നേ തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ആണ് ഉള്ളിലേക്ക് പോകേണ്ടത്. ടിക്കറ്റ് വളരെ തുച്ഛമായ വില മാത്രമേ ഉള്ളൂ ടിക്കറ്റിന്. ഉള്ളിൽ ചെന്ന് കയറുമ്പോൾ തന്നെ വലിയ ത്രികോണാകൃതിയിലുള്ള ഒരു വലിയ കോട്ടയുടെ മതിൽക്കെട്ടാണ് നമ്മൾ കാണുന്നത്. അത് കൂടാണ്ട് അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു മെറ്റൽ പാനൽ അതൊക്കെ കാണാം. കോട്ടയിലേക്ക് എൻട്രി ചെയ്യുന്നത് വലിയ ഒരു മെറ്റൽ ഡോറാണ് ഉള്ളത്. അത് തുറന്ന് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്കൂടെയാണ് കോട്ടയ്ക്കുള്ളിൽ എൻട്രി ചെയ്യേണ്ടത്. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ വിശാലമായ സ്ഥലമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് അറബിക്കടലാണ് നമ്മൾ കാണുന്നത്. കോട്ടേൻ്റെ ഉള്ളിൽ ഒത്തിരി നടന്ന് കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. ആ കടലിൻ്റെ അടുത്ത് വരെ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മൾ കോട്ടേൻ്റെ മുകളിൽ കുറേ ജയിലറകളും ഒക്കെ ഇങ്ങനെ നിരനിരന്ന് ഉള്ളത് കാണാം. അതിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്സ് കയറി മുകളിൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് അറബിക്കടലിലേക്ക് നോക്കുമ്പോൾ ആ കാണുന്നൊരു വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത്രയും ദൂരത്ത് നമുക്കത് കാണാം. അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പോർച്ചുഗീസുകാരുടെ വരവോടെ കണ്ണൂർ കേരളത്തിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി ഉയർന്നു. കേരളത്തിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ആഞ്ചലോസ് കോട്ട. അത് അറബിക്കടലിൻ്റെ സാമീപ്യം കൊണ്ട് അക്കാലത്ത് രാഷ്ട്രീയ പരിസ്ഥിതികളാലും വളരെയേറെ തന്ത്രപ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു. കണ്ണൂർ ജില്ലയിൽ 3 കിലോമീറ്റർ അകലെയാണ് കടലിന് അഭിമുഖമായാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാരുടെയും പിന്നീട് ബ്രിട്ടീഷുകാരുടെയും മലബാർ തീരത്തുള്ള ഒരു പ്രധാന സൈനിക താവളം കൂടിയായിരുന്നു സെൻറ്റ് ആഞ്ചലോസ് കോട്ട. ക്കാരുടെ വരവിന് ശേഷം അവരുമായി വ്യാപാര ബന്ധം പുലർത്തുവാൻ തൽപരരായിരുന്ന കോലത്തിരി രാജാവ് അവരെ കണ്ണൂരിലേക്ക് ക്ഷണിക്കുകയും അവിടെ ഒരു പണ്ടകശാല നിർമ്മിക്കുവാൻ അനുമതി നൽകുകയും ചെയ്തു. പോർച്ചുഗീസ് നാവികനായിരുന്ന പെട്രോ അൽവാരിസ് കാബ്രോ ക്രിസ്തുവർഷം 1500 ഫാക്ടറിക്ക് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തി. പോർച്ചുഗീസ് നാവികനായിരുന്ന വാസ്കോ ഡ ഗാമയുടെ 2ാം വരവോടെ കോലത്തിരി രാജാവുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ ദൃഢമായി. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായിരുന്ന ഫ്രാൻസിസ്കോ ഡ അൽമേഡ കണ്ണൂരിലെത്തി. കോലത്തിരിയുടെ അനുമതിയോടെ അൽമേഡ അവിടെ ഒരു കോട്ട പണിയാൻ ആരംഭിച്ചു. കോട്ടയുടെ പണി പൂർത്തിയായി അതിന് സെൻറ്റ് ആഞ്ചലോസ് എന്ന് നാമകരണം ചെയ്തു. സെൻറ്റ് ആഞ്ചലോസ് കോട്ടയുടെ നിർമ്മാണത്തോടുകൂടി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി കണ്ണൂർ മാറി. ആ കോട്ടയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചു. സെൻറ്റ് ആഞ്ചലോസ് കോട്ട പിടിച്ചടക്കുകയും കോട്ടയ്ക്കുള്ളിൽ ചില നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഡച്ചുകാർ ഈ കോട്ട കണ്ണൂരിലെ അലി രാജയ്ക്ക് കൈമാറി. ബ്രിട്ടീഷുകാർ
കോട്ട പിടിച്ചടക്കുകയും മലബാറിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രമായി മാറ്റുകയും ചെയ്തു. സെൻറ്റ് ആഞ്ചലോസ് കോട്ട പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ് വാസ്തുകൽപ്പനയുടെ ഉത്തമ ഉദാഹരണമാണ്. വലിയ ചെങ്കല്ലിൽ ത്രികോണാകൃതിയിൽ പണികഴിപ്പിച്ച കോട്ട കടൽ തീരത്ത് വലിയ പാറയ്ക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3 വശവും സമുദ്രത്തിൽ ചുറ്റപ്പെട്ട കോട്ടയുടെ പ്രധാന കവാടം കരയ്ക്ക് അഭിമുഖമായാണ് സ്ഥിതി ചെയ്യുന്നത്. കരയിൽ നിന്നുള്ള ആക്രമണം ചെറുക്കുന്നതിനായി പോർച്ചുഗീസുകാർ കോട്ടയ്ക്ക് മുൻപിലായി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ അറബിക്കടലിനെയും മാപ്പിള ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഒരു കിടങ്ങ് നിർമ്മിക്കുകയുണ്ടായി. കോട്ടയ്ക്കുള്ളിലെ ഒട്ടുമിക്ക കെട്ടിടങ്ങളും ജയിലും ഓഫീസ് കെട്ടിടങ്ങളും നിർമ്മിച്ചത് പോർച്ചുഗീസ് കാലഘട്ടത്തിലാണ്. ഡച്ചുകാരുടെ കാലത്താണ് കുതിരാലയവും ആയുധാലയങ്ങളും സ്ഥാപിച്ചത്. കോട്ടയുടെ ചുറ്റുമതിൽ നിന്ന് അറബിക്കടലിലേക്ക് നോക്കി നിൽക്കുന്ന ഒത്തിരി പീരങ്കികൾ കാണാം. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് ഓരോന്നായിട്ട് ഇടപെട്ട് കടലിലേക്ക് നോക്കി നിൽക്കുന്ന തരത്തിലുള്ളതാണ്. കടൽ മാർഗം വരുന്ന ശത്രുക്കളെ നേരിടാൻ വേണ്ടി തന്നെയായിരിക്കണം ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ കയറി വന്നപ്പോൾ ആ മെയിനായിട്ടുള്ള എൻട്രൻസിൻ്റെ മുന്നിലും ഒരു പീരങ്കി ഒരു സ്ഥലം മാറി അവിടെ വെച്ചതാണോ എന്ന് തോന്നുന്ന തരത്തിൽ അവിടെ കണ്ടു. അത് കരമാർഗം വരുന്ന ശത്രുക്കളെ നേരിടാൻ വേണ്ടി വെച്ചതായിരിക്കാം. ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ അപ്പോഴുണ്ടായിരുന്ന പട്ടാളക്കാർ താമസിച്ചിരുന്ന പട്ടാള താവളമാണ് എന്നാണ് പറയുന്നത്. അവരുടെ ബാരക്കുകളാണ് ഈ കാണുന്നത്. വളരെ സിമെട്രിക്കലായിട്ട് എൻഡ് ടു എൻഡ് 2 ലൈനിലുള്ള ആ ഒരു ആർച്ച് ഷേപ്പിലുള്ള അതിൻ്റെ ഒരു വ്യൂ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. കോട്ടയുടെ മുകളിലേക്കുള്ളൊരു സ്റ്റെയർ കേസ് ഉണ്ട്. അവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ കാണുന്ന അറബിക്കടലിൻ്റെ വളരെ മെസ്മറൈസിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണിത്. ഒത്തിരി ഷിപ്പൊക്കെ പോകുന്നത് നമുക്ക് കാണാം കടലിൽ. അതുകൂടാണ്ട് ആ കടൽ കരയോട് ചേരുന്ന ഒരു ഭാഗം കുറേ കരിങ്കല്ല്, കറുത്ത കളറുള്ള വലിയ കരിങ്കൽ കൂട്ടങ്ങളൊക്കെ ഇട്ട് അതിലേക്ക് കടൽ വന്ന് പതിക്കുന്നതും അത് ഉള്ള ഒരു വ്യൂ, ഒരു ആർച്ച് പോലെയുള്ള ആ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ.
കണ്ണൂർ ഫോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ഫിഷിംഗ് ഹാർബർ കണ്ണൂരിലുള്ളത്, മാപ്പിള ബേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ണൂർ ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമ്മൾ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു വ്യൂ കാണുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് വീഡിയോയിൽ. കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അത് കാണാവുന്നതേ ഉള്ളൂ. ഒത്തിരി കളർഫുള്ളായിട്ടുള്ള തോണികളും ഒക്കെ കാണാം, മീൻ പിടിക്കുന്നത് കാണാം. രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെയാണ് പോകാൻ പറ്റിയ സമയം. അതുകൂടാതെ കണ്ണൂർ ഫോർട്ടിന് അടുത്ത് തന്നെയുള്ള ഒരു അട്രാക്ഷനാണ് അറക്കൽ മ്യൂസിയം. ഞങ്ങൾ പോയപ്പോൾ അത് കോവിഡ് കാരണം ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇതൊക്കെ കണ്ണൂർ ഫോർട്ടിൻ്റെ അടുത്തുള്ള അട്രാക്ഷൻസ് ആണ്. അപ്പോൾ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ ഫോർട്ടും അതിനടുത്തുള്ള അട്രാക്ഷൻസ്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ. എല്ലാ വെനസ്ഡേയും സാറ്റർഡേയ്സുമാണ് ഞാൻ എൻ്റെ ട്രാവൽ സ്റ്റോറീസ് ഈ വ്ളോഗിലൂടെ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.